ആയിഷ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് ആയിഷ. എന്നിട്ട് തിരുദൂതൻ പറയും, ആയിഷ ജനങ്ങളോട് പറ ഒന്ന് പ്രാർത്ഥിക്കാൻ, ആ മരണത്തിന്റെ വേദനയൊന്ന് കുറച്ചു തരാൻ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു, അല്ലാഹുമ്മ അഗ്നി അലാ സക്കറാത്തിൽ മൗത്ത്, റബ്ബേ എന്റെ മരണവേദന എനിക്കൊന്ന് കുറച്ചു താ റബ്ബേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനർത്ഥം മരണത്തിനൊരു വേദനയുണ്ട്. ആ വേദന രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വ്യാഖ്യാനിച്ചു. ഒന്ന്, ഈ ദുനിയാവിലുള്ള എല്ലാം വിട്ടുപോകുക എന്ന വേദന. സ്നേഹിക്കുന്ന മക്കളെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല. കയറിയിരിക്കുന്ന ഒരു പ്രപഞ്ച കട്ടിലിൽ പോലും ഇനി നമ്മൾക്ക് ഇരിക്കാൻ പറ്റൂല. ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റേതെങ്കിലും സീറ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല. നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കട്ടൻ ചായയുടെ മധുരം പോലും ഇനി അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന വേദന. രണ്ടാമത്തെ ഒരു വേദന, റബ്ബിന് മാത്രം അറിയുന്ന, മരണസമയത്ത് ഒരു അടിമ അറിയുന്ന വേദന. മരണത്തിന് വേദനയുണ്ട്, അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തത്, ഏതൊരു മനുഷ്യൻ മരിച്ചാലും കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിന്ന് റബ്ബ് ഇടുക്കിക്കളയും. കബറിന്റെ അരികിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ തസ്ബീത്തിന്റെ വാക്കങ്ങനെയാ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി. റബ്ബേ ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഭയാനകതയിൽ നിന്ന് ഈ കബറാളിയെ നീ കാത്തുകൊള്ളണേ റബ്ബേ. ലോകത്തൊരാൾക്കും ആ കബറിന്റെ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല.